13 എന്ന നമ്പർ അത് പലർക്കും അത്ര ഭാഗ്യമുള്ള നമ്പർ അല്ല എന്ന് പറഞ്ഞു ഒഴിവാക്കുന്ന നമ്പറാണ്. എന്നാൽ 13 എന്ന നമ്പറിൽ ഒരു അത്ഭുത കഥയുണ്ട്. എറണാകുളം നെടുമ്പാശ്ശേരിയിലെ ഈ കർഷകന് 13 ഒരു ഭാഗ്യ നമ്പറാണ്. 13 ഇനം റംബുട്ടാൻ സ്വന്തം പറമ്പിൽ വിളയിച്ചെടുത്ത സിദ്ദിഖ് തന്റെ പറമ്പിൽ ഒരു വിസ്മയം തീർക്കുകയാണ്. 13 എന്ന നമ്പർ അത്ര മോശപ്പെട്ട ഒരു നമ്പറായിട്ട് തോന്നുന്നുണ്ടോ? ഈ 13-ാം നമ്പർ കാറിന് വേണ്ടിയുള്ള ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞു. പക്ഷെ KM ഷാജി മന്ത്രി ആ സ്ഥാനം ഏറ്റെടുത്തു. 13 എന്ന നമ്പർ കാർ അങ്ങ് ഏറ്റെടുത്തു. അതൊരു ഭാഗ്യ നമ്പറാണോ അതോ അത് ഭാഗ്യമില്ലാത്ത നമ്പറാണോ എന്നുള്ളതിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എറണാകുളത്ത് ഒരു കർഷകൻ ആ 13-ാം നമ്പർ അല്ലെങ്കിൽ ആ 13 റംബൂട്ടാൻ വിളയിച്ച് വലിയ വിജയം നേടിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിലെ പള്ളിനില വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ മണ്ണിൽ വിളഞ്ഞത് 13 ഇനം റംബൂട്ടാനുകളാണ്. വിവിധ നിറത്തിൽ വ്യത്യസ്ത രുചിയിലുള്ള റംബൂട്ടാന് ഇവിടെ ആവശ്യക്കാരേറെയാണ്. 20 ഏക്കറോളം വരുന്ന നെൽകൃഷിയും പച്ചക്കറി കൃഷിയും തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും തുടങ്ങി മാങ്കോസ്റ്റിനും അവക്കാഡോയുമെല്ലാം സിദ്ദിഖിന്റെ മണ്ണിൽ വിളയും. ജീവിതം എന്ന് പറയുന്നത് ജോലി അല്ലെങ്കിൽ മറ്റ് ഇതെല്ലാം ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്ക് എന്തിലാണോ താല്പര്യം ആ മേഖലയിൽ നമ്മൾ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് എൻ്റെ. അപ്പോൾ അവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ കൃഷിയുടെ പ്രാധാന്യവും കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെല്ലാം ഞാൻ പലപ്പോഴും ബോധ്യപ്പെടുത്താറുണ്ട്. പകൽ മുഴുവൻ നെടുമ്പാശ്ശേരിയിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ഫയലുകൾക്കിടയിലുള്ള ജീവിതം. വൈകിട്ട് വീടെത്തിയാൽ പാടത്തേക്ക് ഇറങ്ങും കൂട്ടിന് ഭാര്യ ജസീനയും. സർക്കാർ ഉദ്യോഗസ്ഥനായപ്പോഴും KSRTCയിൽ ജീവനക്കാരനായിരുന്ന അച്ഛന്റെ പാതയിലാണ് മകനും. കൃഷിയും ജോലിയും കുടുംബവും സിദ്ദിഖിന്റെ അളവിൽ ഒരേ തട്ടിലാണ്. പരമാവധി നമ്മളുടെ ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അത് ഭക്ഷണം നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും? നമ്മുടെ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനമാണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട്. അതേസമയം വേറൊരാൾ കൊണ്ടുവന്ന് വെച്ചേരുന്നൊരു ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് ഉറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. അവർ പറയുന്ന ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. മണ്ണിനെ ഏറെ സ്നേഹിക്കുന്ന സിദ്ദിഖ് റംബൂട്ടാൻ വളർത്തിയെടുക്കാൻ രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല. എത്ര രൂപ ലാഭം കിട്ടി എന്ന് ചോദിച്ചാൽ സിദ്ദിഖിന് അതറിയില്ല. പക്ഷേ അതിലുമധികം സന്തോഷമുണ്ടെന്ന് സിദ്ദിഖ്. ഇവിടെ ഇത്രയും മരങ്ങളുണ്ട്. ഇതിൽ നിന്നൊരു നല്ലൊരു ശതമാനം ഫ്രൂട്ടുകളും ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ കൺസ്യൂം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ അതിൻ്റെ ഭാഗമായി അവരുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. അത് നമ്മളുടെ ഒരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടിയാണത്. ഈ കുട്ട നിറയെ റംബൂട്ടാനാണ്. ഞാൻ നിൽക്കുന്ന ഈ തോട്ടം നിറയെ റംബൂട്ടാനാണ്. ഇതിനൊക്കെ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു കണക്ക് പറയാൻ ഈ കർഷകനുണ്ടാവില്ല. പക്ഷേ സിദ്ദിഖിനൊന്നറിയാം, താൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യ വിഷമില്ലാത്ത പച്ചക്കറി അരിയുന്നുണ്ടാവും. ഈ മണ്ണ് നാളേക്ക് കൂടിയുള്ളതാണ്. അതും സുന്ദരമായി തന്നെ നിലനിൽക്കട്ടെ. മനോജ് BLക്കൊപ്പം ഷീന മാർട്ടിൻ, മീഡിയ 1, കൊച്ചി.